ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യുന്ന ഒരു സോണി എക്സ്പ്ലോഡിൻ്റെ 4 ചാനൽ കാർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് അത് പ്രൊട്ടക്ഷൻ മോഡിൽ ഓണായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം ഇതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാനലാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഓരോ മെയിൻ ഔട്ട്പുട്ടും ഇൻപുട്ട് സെറ്റപ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ആദ്യം കാണുന്ന 3 ടെർമിനലുകളാണ് നമ്മുടെ 12 വോൾട്ട് ഇൻപുട്ടും അതേപോലെ റിമോട്ട് കൺട്രോൾ വയറും. അതായത് റിമോട്ട് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീരിയോ എന്നുള്ള പവറാണ്. അപ്പോൾ സ്റ്റീരിയോ ഓൺ ആവുന്നതിൻ്റെ കൂടെ നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആവാൻ വേണ്ടിയുള്ളൊരു കണക്ഷനാണ്. അതും രണ്ടും 12 വോൾട്ട് ഇൻപുട്ട് വന്നാലേ നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആവത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന 225 ആംപിയറിൻ്റെ ഫ്യൂസ്, ഇത് നമ്മുടെ റെയർ സ്പീക്കർ ഔട്ട്പുട്ടുകളാണ്. ഇത് റെയർ സ്പീക്കർ ഔട്ട്പുട്ട്. അതേപോലെ തന്നെ റെയർ സ്പീക്കറിൻ്റെ LPF ഫിൽറ്ററും ഗെയിൻ കൺട്രോളും ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ LED, പവർ പ്രൊട്ടക്ഷൻ LED. ഇത് നമ്മുടെ ഹൈ ലെവൽ ഇൻപുട്ട്, അതായത് നമ്മുടെ സ്പീക്കർ ലൈൻ ഇൻപുട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത് ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ നോർമൽ RCA ഇൻപുട്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് സ്പീക്കർ ഔട്ട്പുട്ട്, അതിനും നമുക്ക് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. LPFും HF ഫിൽറ്ററും ഫുൾ റേഞ്ചും അങ്ങനെ ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മളിത് ജസ്റ്റ് ഒരു 12 വോൾട്ട് പവർ സപ്ലൈ വെച്ച് ആദ്യം ഒന്ന് ഓണാക്കി ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 12 വോൾട്ട് സപ്ലൈ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് പവർ ഓൺ ചെയ്യുമ്പം എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പം പവറിൻ്റെ ലൈനെല്ലാം കൊടുത്തിട്ടിരിക്കുകയാണ്. നമുക്ക് പവർ സപ്ലൈ ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി. നമുക്കാദ്യം പവർ സപ്ലൈ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ അതിനകത്തൊരു LED കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള. പ്രൊട്ടക്ഷൻ ആകുമ്പോൾ ചുമന്ന കളറിൽ കത്തി നിൽക്കും. നോർമൽ കേസിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഗ്രീൻ കളറിലായിരിക്കും കത്തുന്നത്. അപ്പം പ്രൊട്ടക്ഷനാണെന്നുണ്ടെങ്കിൽ അത് റെഡ്, പവർ പ്രൊട്ടക്ഷൻ LED നമുക്ക് കത്തിക്കുന്നത് കാണാം റെഡ് കളറിൽ. അപ്പം റെഡ് കളറിലാണ് അപ്പോൾ അത് കത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആംപ്ലിഫയർ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഇത് വർക്ക് ചെയ്യത്തില്ല, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇതിൽ നിന്ന് ആഡിയോ ഔട്ട്പുട്ടൊന്നും നമുക്കൊരു ചാനലും കിട്ടത്തില്ല. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം എന്താ കംപ്ലൈൻ്റ് എന്ന്. അപ്പം ഞാൻ എൻ്റെ ബാക്ക് പാനൽ തുറന്നിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് ഒരു സെക്ഷൻ ആംപ്ലിഫയർ, 2 ചാനൽ. അതേപോലെ ഒരു സെക്ഷൻ ആംപ്ലിഫയർ, ഇതാണ് 2 ചാനൽ. ഒരു ചാനലിൽ 2 ട്രാൻസിസ്റ്റർ വെച്ച് അങ്ങനെ രണ്ട് ആംപ്ലിഫയറുകളാണ്. അപ്പം ഈ ഒരു സെക്ഷനാണ് ഇതിൻ്റെ പവർ സെക്ഷനാണ്. ഈ പവർ സെക്ഷനകത്ത് ഒരു 4 മോസ്ഫെറ്റും 2 റെക്ടിഫയർ ഡയോഡുമാണ് വരുന്നത്. നമുക്ക് നമ്മുടെ വണ്ടികളിലെല്ലാം 12 വോൾട്ട് DC ആണ് നമുക്ക് കിട്ടുന്ന ബാറ്ററിക്കകത്തു നിന്നുള്ളത്. കാറുകളിലെല്ലാം 12 വോൾട്ട് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന 12 വോൾട്ടിനെ നമുക്ക് 24 വോൾട്ട് ആക്കി മാറ്റുന്നതിനുള്ള പവർ സപ്ലൈ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ആ കാണുന്നത്. അപ്പം ഈ പവർ സപ്ലൈ സെക്ഷനിലോ നമ്മുടെ ആംപ്ലിഫയർ സെക്ഷനിലോ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ഫാൾട്ടുകളോ വരുമ്പോഴാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ലൈറ്റ് ഓണായി നിൽക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം മെയിനായിട്ടുള്ള കമ്പോണൻസുകൾ, അതായത് ട്രാൻസിസ്റ്ററുകൾ, ഡയോഡ്, മോസ്ഫെറ്റ്, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഷോർട്ടാണോ എന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഘട്ടം. നമുക്ക് വിഷ്വലായിട്ട് എന്തെങ്കിലും കത്തിയിരിപ്പുണ്ടോ എന്നുള്ളതൊക്കെ ആദ്യമേ നോക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് നോക്കുമ്പോൾ വിഷ്വലി പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല, ബേണായിട്ടുള്ള പാർട്സുകളൊന്നും ഇതിനകത്ത് കാണാനില്ല. അപ്പം നമുക്ക് പുറത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മെയിനായിട്ടുള്ള ആക്റ്റീവ് കമ്പോണൻസുകളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഏതെങ്കിലും ഷോർട്ടാണെന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കുന്നത്. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് നമുക്ക് എല്ലാ ട്രാൻസിസ്റ്ററുകളും, ആംപ്ലിഫയറിൻ്റെ ട്രാൻസിസ്റ്ററുകൾ, അതേപോലെ തന്നെ നമ്മുടെ പവർ സപ്ലൈ സെക്ഷനിലെ മോസ്ഫെറ്റും ഡയോഡുകളും എല്ലാം അതിൻ്റെ കണ്ടിന്യൂറ്റി പ്രോപ്പറാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടിന്യൂറ്റി മോഡിലിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് നമ്മൾ ഓരോ സെക്ഷനിലും നമുക്ക്
കമ്പോണൻസുകൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മോസ്ഫെറ്റ് പവർ സപ്ലൈയിൽ മോസ്ഫെറ്റുകൾ ചെക്ക് ചെയ്യുകയാണ്. മോസ്ഫെറ്റുകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന മോസ്ഫെറ്റുകളൊക്കെ നോർമലായിട്ടുള്ള റീഡിങ്ങുകളാണ് കാണിക്കുന്നത്, ഡാമേജ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തെങ്കിലും ഫാൾട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് പിന്നെ പോയി നോക്കാം. അപ്പം പവർ സപ്ലൈ സെഷനിലെ മെയിൻ കമ്പോണൻസ് എല്ലാം ഓക്കെ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ആംപ്ലിഫയർ സെഷനിലോട്ട് മാറാം. ഫസ്റ്റ് ആംപ്ലിഫയർ സെഷനിൽ നമ്മൾ ആദ്യത്തെ ട്രാൻസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാണ്. ആദ്യത്തെ ട്രാൻസിസ്റ്ററാണ്. അപ്പം ആദ്യത്തെ ട്രാൻസിസ്റ്റർ തന്നെ നമുക്ക് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്, വാല്യൂ വളരെ ലോ ആയിട്ട് കാണിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള ട്രാൻസിസ്റ്റർ നോർമൽ വാല്യൂസ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത ട്രാൻസിസ്റ്റർ ഷോർട്ടായിട്ടാണ് കാണിച്ചത്. അതേപോലെ ബാക്കി അടുത്ത ട്രാൻസിസ്റ്ററും മൂന്നാമത്തെ ട്രാൻസിസ്റ്ററും ഒക്കെയാണ്. നമുക്ക് അടുത്ത ആംപ്ലിഫയർ സെക്ഷനിലോട്ട് നോക്കാം. അപ്പോൾ അടുത്ത ആംപ്ലിഫയർ സെക്ഷനിലെ ആദ്യത്തെ ട്രാൻസിസ്റ്റർ അതും നോർമലായിട്ടുള്ള റീഡിംഗ് ആണ് കാണിച്ചത്. അടുത്ത ട്രാൻസിസ്റ്റർ ഇത് നോർമലായിട്ടുള്ള റീഡിംഗ് ആണ്. അടുത്ത ട്രാൻസിസ്റ്റർ ഇതും നോർമലാണ്. അടുത്ത ചെക്ക് ചെയ്യാണ്, അതും നോർമലായിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഞാൻ കാണിച്ച ആ ട്രാൻസിസ്റ്റർ നമുക്ക് ഷോർട്ടായിട്ടുള്ള റീഡിംഗ് ആണ് കാണിച്ചത്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ലെഗുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സർക്യൂട്ടിൽ നിന്നങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ആംപ്ലിഫയറിന് പവർ അപ്പ് ചെയ്ത് നോക്കാം. അപ്പം പ്രൊട്ടക്ഷൻ മോഡലിൽ നിന്ന് നമുക്ക് ഒഴിവാകുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ കട്ടർ ഉപയോഗിച്ച് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുകൾ ഓരോന്നായിട്ട് നമ്മുടെ മെയിൻ ബോർഡിൽ നിന്ന് വേർപെടുത്തുകയാണ്. മെയിൻ ബോർഡിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ കാലം നമ്മളെ ബോർഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് ഒന്ന് 12 വോൾട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഓണാക്കി നോക്കാം. അപ്പം നമ്മുടെ പ്രൊട്ടക്ഷൻ LED കത്തുന്നുണ്ടോ, നോർമലായിട്ട് പവർ അപ്പ് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ പവർ സപ്ലൈ ഓണാക്കി, നമ്മുടെ പവർ സപ്ലൈ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ആ പ്രൊട്ടക്ഷൻ LED ഇപ്പം നോക്കാം എങ്ങനെ അത് കത്തുന്നുണ്ടോ എന്ന്. താണ്ടേ ഇപ്പോൾ അത് ഗ്രീൻ കളറിൽ കത്താൻ തുടങ്ങി, അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ പ്രോബ്ലം ഒഴിവായിരിക്കുന്നു. അപ്പം നമുക്ക് ആ ഡാമേജായ ട്രാൻസിസ്റ്ററിന് പകരം സെയിം നമ്പറിലുള്ള ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോർഡ് ഫുള്ള് ഇതിൽ നിന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെല്ലാം SMD കമ്പോണൻസ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഇളക്കിയെടുക്കുമ്പം നല്ലവണ്ണം ഒന്ന് നോക്കണം, ബാക്കിൽ വല്ല ഡ്രൈ സോൾഡറിങ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പം നമ്മളത് ഇളക്കി നമ്മൾ പുതിയ ട്രാൻസിസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡാമേജായ ട്രാൻസിസ്റ്ററാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിന് പകരം ഞാൻ പുതിയ ട്രാൻസിസ്റ്റർ അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. ഞാൻ വീഡിയോ ലോങ് ആവുമെന്ന് വിചാരിച്ച് സോൾഡർ ചെയ്യുന്നതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പുതിയ ട്രാൻസിസ്റ്റർ അവിടെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ആംപ്ലിഫയർ വീണ്ടും ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ സ്പീക്കർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു RCA കേബിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പവർ അപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ചാനലായിട്ട് സ്പീക്കറിൻ്റെ ലൈൻ കൊടുത്തിട്ട് നമ്മൾ RCA കേബിളിനൊന്ന് തൊട്ട് ടച്ച് ചെയ്ത് നോക്കി സിഗ്നലുണ്ടോ, സ്പീക്കറിൽ സൗണ്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. ഓരോ ചാനലും നോക്കുമ്പോൾ ഔട്ട്പുട്ട് വരുന്നുണ്ട്, സ്പീക്കറിൽ നിന്ന് സൗണ്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ആംപ്ലിഫയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ചാനലും നമുക്ക് മാറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ആ 2 ചാനലിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി തുടങ്ങി. നമ്മുടെ കംപ്ലൈൻറ്റ് ഇപ്പം സോൾവ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു നമ്മുടെ ഈ ആംപ്ലിഫയർ പ്രൊട്ടക്ഷനിലേക്ക് പോയത്. അപ്പം
അപ്പം നമുക്കത് സിമ്പിളായിട്ട് തന്നെ അത് കണ്ടുപിടിച്ച് പെട്ടെന്ന് നമുക്ക് നന്നാക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതേപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക.